Hello everyone, welcome to Competitive Cracker. KCB മസ്ദൂർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സീരീസ് ആണ് MCQ നടക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് AC മെഷീൻസ്. ഓക്കെ, AC മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെൽക്കം ടു ദി സെഷൻ. An alternator is also known as. ഓൾട്ടർനേറ്ററിൻ്റെ വേറൊരു പേരെന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ചോദ്യം വന്നിരിക്കുന്ന എവിടെ നിന്നാണ്? AC മെഷീൻസ്. AC മെഷീൻസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉള്ളത്, സിങ്ക്രണസ് മെഷീൻസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്. ഈ ഓരോ ടൈപ്പ് മെഷീൻസിലും ജനറേറ്റേഴ്സും ഉണ്ട്, മോട്ടേഴ്സും ഉണ്ട്. അപ്പോൾ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ വേറൊരു പേരാണ് ഓൾട്ടർനേറ്റർ. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇറ്റ് ഈസ് ദ alternative name of synchronous generator. Induction generator അല്ല, DC generator അല്ല, universal generator അല്ല. Option B, synchronous generator is the answer. The frequency of the generated EMF of an alternator depends upon. But generated EMF അത് എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? AC മെഷീൻസിലെ ഏത് പ്രധാനപ്പെട്ട മെഷീനാണ് EMF ജനറേറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി സിങ്ക്രണസ് ജനറേറ്റർ, അതർവൈസ് നോൺ ആസ് ഓൾട്ടർനേറ്റർ. അതിൻ്റെ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്ത് ഇക്വേഷനാണ്? സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനുള്ള ഉത്തരം കിട്ടും. ഇക്വേഷൻ ഫോർ സിങ്ക്രണസ് സ്പീഡ് NS is equal to 120 F by P. Here NS എന്ന് പറയുന്ന synchronous speed, F stands for the frequency, P number of poles. അപ്പോൾ ഫ്രീക്വൻസി എന്തിനൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. It is PNS by 120 is equal to frequency. So frequency depends upon poles and speed, number of poles and speed, 120 being a constant. അപ്പോൾ അത് വരുന്ന ഓപ്ഷൻ ഏതാ ഇവിടെ ഉള്ള? ഓപ്ഷൻ എ റോട്ടർ ഡയമീറ്റർ അല്ല, ഒരു ബന്ധവും ഇല്ല. ഓപ്ഷൻ ബി നമ്പർ ഓഫ് പോൾസ് ആൻഡ് സ്പീഡ്, ദാറ്റ് എഗ്രീസ് വിത്ത് ദ റിലേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ സി നമ്പർ ഓഫ് സ്ലോട്ട്സ് ഓൺലി. സ്ലോട്ട്സിനെ കുറിച്ച് അവിടെ മെൻഷനിങ് ഇല്ല. ലോഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കോൺസ്റ്റന്റ് സ്പീഡിലാണ് സിങ്ക്രണസ് മെഷീൻസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ EMF ഇക്വേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ഈസ്. EMF ഇക്വേഷൻ ഓഫ് എ 3-phase ഓൾട്ടർനേറ്റർ പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പിച്ച് ഫാക്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, അതിനോടൊപ്പം എന്താ ഇവിടെ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ജനറേറ്റർ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം, ഫ്രീക്വൻസി ഓഫ് മാഗ്നറ്റിക് റിവേഴ്സൽസ് ഉണ്ടായിരിക്കണം. ദെൻ അത് ആ കോയിൽസ് വഴിയാണ് കറണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അതും മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, E is equal to 4.44 kp/kd F/T. വേർ KP/kd എന്തൊക്കെയാണ്? പിച്ച് ഫാക്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഈ രണ്ട് ഫാക്ടറിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പേര് പറയും. എന്താണ്? വൈൻഡിങ് ഫാക്ടർ, വിച്ച് ഇസ് ഓൾസോ കോൾഡ് KW. ദാറ്റ് ഇസ് KP/kd is equal to KW. Okay, F stands for frequency, phi flux, T number of turns. Which factor reduces harmonics in an alternator? അപ്പോൾ ഒരു ഓൾട്ടർനേറ്ററിൽ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോയിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ്. അപ്പോൾ കോയിൽസിന് സ്ലോട്ട്സിൽ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൺസെപ്റ്റിനെ കവർ ചെയ്യുന്ന ഫാക്ടറിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വന്നു കഴിയുമ്പോഴാണ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സ്ലോട്ട് വരുന്നതും അത് കാരണം ഹാർമോണിക്സ് റെഡ്യൂസ് ആവുന്നതും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ഇൻ ഓർഡർ ടു ഇംപ്രൂവ് എ വേവ് ഫോം വി ഗോ ഫോർ പിച്ച് ഫാക്ടർ. In an alternator, maximum efficiency occurs when ഏതൊരു മെഷീനിലായാലും കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി കോൺസ്റ്റൻറ്റ് തന്നെയാണ്. എന്താണ്? പഴയ മെഷീൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, DC മെഷീൻസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ട്രാൻസ്ഫോമേഴ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? ഇറ്റ് ഈസ് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ്, ഓർ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു
കോൺസ്റ്റന്റ് ലോസ്. അതല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയും വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. ഇവിടെ വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് വൈൻഡിങ്സിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസ് ആണ്, ദാറ്റ് ഇസ് I²R ലോസ്. ആൻഡ് ദ കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയുന്ന അയൺ ലോസ് ആണ്. ആ അയൺ ലോസിൽ വരുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ്? എഡി കറന്റ് ലോസ് ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങളുടെ എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കും. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ദ സ്പീഡ് ഓഫ് എ 4-pole 50 hertz ഇൻഡക്ഷൻ മോട്ടർ ഇസ് അപ്രോക്സിമേറ്റ്ലി. സ്പീഡ് എന്ന് പറയുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ സിങ്ക്രണസ് സ്പീഡ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 120 f/p. ഇതിൽ 120 ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 50 ഡിവൈഡഡ് ബൈ ചോദിച്ചിരിക്കുന്നത് 4-pole. 4-pole ആകുമ്പോൾ എന്താണ്? ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 3, 30 × 50 ദിസ് ഇസ് ഈക്വൽ ടു 1500 RPM. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. 4-pole ആകുമ്പോൾ 1500. കാരണം ഇതാണ് ഇക്വേഷൻ 120 f/p. അപ്പോൾ ഈ ഇക്വേഷനിൽ 120 ഇസ് എ കോൺസ്റ്റന്റ്. എഫ് എന്ന് പറയുന്ന സപ്ലൈ ഫ്രീക്വൻസി ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും 50. നമ്പർ ഓഫ് പോൾസ് മാറുന്ന അനുസരിച്ചിട്ടാണ് സ്പീഡ് മാറുന്നത്. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ 4-pole അപ്പോൾ എന്തായിരിക്കും? 1500 RPM. ഓക്കെ, 6-pole ആണെങ്കിൽ 1000. ഓക്കെ, ദെൻ 8-pole ആണെങ്കിൽ 750 RPM. ഇനി 2-pole ആണെങ്കിലോ? 2-pole ആണെങ്കിൽ 3000. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ പോള് മാറുന്ന അനുസരിച്ച് പോൾസ് ആസ് യു ക്യാൻ സി പോള് കൂടുന്നതനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ആസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസസ് സ്പീഡ് ഡിക്രീസസ്. ഓക്കെ, അത് ഈ റിലേഷനിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. പോൾസ് കൂടുന്ന അനുസരിച്ച് സ്പീഡ് കുറയും. സ്പീഡ് ആൻഡ് പോൾസ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. നെക്സ്റ്റ്, വിച്ച് മോട്ടർ ഓപ്പറേറ്റ്സ് അറ്റ് എക്സാക്ട്ലി സിങ്ക്രണസ് സ്പീഡ്? സിങ്ക്രണസ് സ്പീഡിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? സിങ്ക്രണസ് മോട്ടർ അല്ലേ? സിങ്ക്രണസ് മോട്ടറിന്റെ പ്രത്യേകത അതാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. സിങ്ക്രണസ് സ്പീഡിൽ മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വേറൊരു സ്പീഡിലും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് സിങ്ക്രണസ് സ്പീഡ് അല്ലാത്തൊരു സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡക്ഷൻ മെഷീൻസ്. ഇൻഡക്ഷൻ മെഷീനിൽ വരുന്നതാണ് സ്ലിപ്പ് റിങ്ങും സ്ക്വിറൽ കേജും. അപ്പൊ ഇത് രണ്ടുമല്ല ഉത്തരം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? സിങ്ക്രണസ് മോട്ടർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. വിച്ച് AC മെഷീൻ ക്യാൻ ഇംപ്രൂവ് പവർ ഫാക്ടർ? ഇപ്പം അറിയാമല്ലോ, പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് മെഷീനാണ്? ഇറ്റ് ഈസ് ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ റണ്ണിങ് ഓൺ നോ ലോഡ്. ആൻഡ് ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ റണ്ണിങ് ഓൺ നോ ലോഡ് ആണ് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. സോ സിങ്ക്രണസ് മോട്ടറിന്റെ പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ 3 പവർ ഫാക്ടേഴ്സ്: ലാഗിങ്, ലീഡിങ്, യൂണിറ്റി. 3 പവർ ഫാക്ടേഴ്സിലും അതിന് വർക്ക് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, സിങ്ക്രണസ് മോട്ടർ. വിച്ച് മെഷീൻ ഓൾവേസ് റിക്വയർസ് DC എക്സൈറ്റേഷൻ? ഏത് മെഷീനാണ് വേണ്ടുന്നത്? പിന്നെ 2 എക്സൈറ്റേഷൻ കൊടുക്കുന്ന, അതായത് ഡബ്ലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതിനാണ് നമ്മൾ DC എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഏതാണത്? ഇറ്റ് ഈസ് സിങ്ക്രണസ് മെഷീൻ. എസ്പെഷ്യലി സിങ്ക്രണസ് മോട്ടർ സ്റ്റേറ്ററിൽ 3 phase സപ്ലൈ ആണ് കൊടുക്കുന്നത്, റോട്ടറിൽ ഒരു DC എക്സൈറ്റേഷൻ. സോ ഇറ്റ് ഈസ് എ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി, സിങ്ക്രണസ് മെഷീൻ. അടുത്ത്, വിച്ച് ലോസ് റിമെയിൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ്? ലോഡിന് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോസ് ഏത് ലോസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്? ഡെഫിനറ്റ്ലി കോൺസ്റ്റന്റ് ലോസസ് ആണ്. കോൺസ്റ്റന്റ് ലോസിന്റെ വേറെ പേരെന്താണ്? അയൺ ലോസ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അയൺ ലോസിൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് വരുന്നത്? എഡി കറന്റ് ലോസ് ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസ്. ബാക്കി ലോസ്, കോപ്പർ ലോസ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ I²R ലോസ് ആണ്. I മാറുന്നതനുസരിച്ച് കോപ്പർ ലോസ് മാറും. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് സ്ട്രേ ലോസിലും വരുന്നത്. അതുപോലെ ബ്രഷ് ലോസിലും ലോഡിനനുസരിച്ച് ലോസിന് മാറ്റം വരും. പക്ഷെ ലോഡിനനുസരിച്ച് മാറാത്തതും ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുമാണ് അയൺ ലോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ഡാംപർ വൈൻഡിങ് ഇൻ എ സിങ്ക്രണസ് മോട്ടർ? അറിയാലോ, സിങ്ക്രണസ് മോട്ടർ ഈവൻ ദോ ഡബ്ലി എക്സൈറ്റഡ് ആണെങ്കിലും സ്റ്റാർട്ടിംഗ് ടോർക്ക് 0 ആണ്. സോ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സെൽഫ് സ്റ്റാർട്ടിങ് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഡാംപർ വൈൻഡിങ്.
സോ ദ പേർപ്പസ് ഓഫ് ഡാംപർ വൈൻഡിങ് ഇൻ എ സിങ്ക്രണസ് മോട്ടർ എന്താണ്? ഓപ്ഷൻ ബി, പ്രൊവൈഡ് സെൽഫ് സ്റ്റാർട്ടിങ്. ഇൻക്രീസ് എഫിഷ്യൻസി ആണോ? അതൊരു സെക്കൻഡറി ബെനിഫിറ്റ് ആയിട്ടൊക്കെ വരും. ബട്ട് ദ പ്രൈമറി purpose is to provide self starting, reduce copper loss. അല്ല, കാരണം ഡാംപർ വൈൻഡിങ് ഈസ് ഓൾസോ കോപ്പർ ബാർസ് ആണ്. അപ്പോൾ കോപ്പർ ലോസ് കുറയ്ക്കില്ല. പിന്നെ ഒരു കാര്യം, ഡാംപർ വൈൻഡിങ് നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ പവർ കൺസ്യൂം ചെയ്യുന്നില്ല. ഇൻക്രീസ് വോൾട്ടേജ് അല്ല. പ്രൈമറി ഒബ്ജക്റ്റീവ് is provide self starting. A salient pole alternator is preferred for. എന്താണ് സാലിയന്റ് പോൾ? സാലിയന്റ് പോളിന്റെ വേർഡ് മീനിങ് പ്രൊജക്റ്റഡ് പോൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ റോട്ടറിലാണ് സാലിയന്റ് പോൾ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇറ്റ് വിൽ ബി ഹാവിങ് പ്രൊജക്റ്റഡ് പോൾസ്. ഇപ്പോൾ പ്രൊജക്റ്റഡ് പോൾസ് ഉള്ളത് കാരണം ഹൈ സ്പീഡ് മെഷീൻസിനൊന്നും ഇതിന് പ്രൊജക്റ്റഡ് പോൾസ് വെച്ച് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഒരു മിനിമം സ്പീഡ്, നോട്ട് സോ ലോ, മിനിമം സ്പീഡിലായിരിക്കും സാലിയന്റ് പോൾ റോട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കാം. ഹൈ സ്പീഡ് ടർബോ ജനറേറ്റർ അല്ല. ആ ഹൈ സ്പീഡ് ടർബോ ജനറേറ്റേഴ്സിന് പ്രൊജക്റ്റിംഗ് പോൾസ് ഇല്ലാത്തൊരു റോട്ടർ കൺസ്ട്രക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേര് സിലിണ്ട്രിക്കൽ റോട്ടർ. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റഡ് പോൾസ് ഉള്ളത് എപ്പോഴും എന്തായിരിക്കും? ലോ സ്പീഡ്. It is used for low speed hydroelectric generators. Low speed hydroelectric generatorsനാണ് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റഡ് പോൾസ് ഉള്ള റോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പോർട്ടബിൾ ജനറേറ്റർ, എയർക്രാഫ്റ്റ് അതെല്ലാം ഇറെലവൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ചോദ്യം. ആൻ ഓൾട്ടർനേറ്റർ ഹാസ് 8 poles and rotates at 750 rpm. The generated frequency is. എന്തായിരിക്കും ജനറേറ്റഡ് ഫ്രീക്വൻസി? അപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളത് NS is equal to 120f/p. ഇതിൽ ഫ്രീക്വൻസിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്തായാലും PNS/120 is equal to f. ആൻസർ ഇസ് P എന്ന് പറഞ്ഞാൽ 8 into 750 divided by 120. സോ 4 വെച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ 2, ഇവിടെ 4 വെച്ചെടുക്കുകയാണെങ്കിൽ 3. സോ ഇവിടെ 30 into 25 gives you 750. So this is 25 into 2 എന്ന് പറയുന്നത് ആൻസർ ഇസ് 50 hertz. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. സോ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഇങ്ങനെയുള്ളൊരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഒരു ടേബിൾ പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു 6 pole ഓൾട്ടർനേറ്റർ 50 hertz ഫ്രീക്വൻസി, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി 120 ആണ് കോൺസ്റ്റൻറ്റ് വരിക. അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? നേരത്തെ ഒരു ടേബിൾ വരച്ച് നമ്മൾ പറഞ്ഞതാണ്. ഈ നമ്പേഴ്സ് മാറി മാറി പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതായത് പോളിൻ്റെ എണ്ണം മാറ്റിയിട്ട്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 1000 rpm. സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിച്ച് ഫാക്ടർ ഇസ് ഓൾവേസ്. പിച്ച് ഫാക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം, കോയിൽ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ് പിച്ച് ഫാക്ടർ. ഓക്കെ, കോയിൽ സ്പാൻ 180 ഡിഗ്രി, അതാണ് മാക്സിമം പിച്ച് ഫാക്ടർ. എന്ന് പറയുമ്പോൾ പിച്ച് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1. സോ പിച്ച് ഫാക്ടർ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതായത് കോയിൽ സ്പാൻ 180 ഡിഗ്രി ആയിരിക്കുമ്പോൾ മാക്സിമം പിച്ച് ഫാക്ടർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അടുത്ത്, എ കോയിൽ ഇസ് ഷോർട്ട് പിച്ച്ഡ് ബൈ 30 ഡിഗ്രി. കാൽക്കുലേറ്റ് പിച്ച് ഫാക്ടർ. ഓക്കെ, നോർമലി ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിച്ച് ഫാക്ടറിൻ്റെ ഇക്വേഷൻ്റെ ഡിറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ആ ആംഗിളാണ് കോഡിങ് ആംഗിൾ ആൽഫ. സോ പിച്ച് ഫാക്ടർ KP is equal to cos alpha by 2. ഓക്കെ, സോ ഇതിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? 30 ഡിഗ്രി. അപ്പോൾ കോസ് ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ 30/2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 15. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് എഴുതണം ഓപ്ഷൻസ് എന്ന്. അപ്പോൾ ഓപ്ഷൻസ് എന്ന് എഴുതുമ്പോൾ നമുക്ക് ശരിക്കും ഈ വാല്യൂസ് ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് അറിയാമെന്നുള്ള കുറച്ച് വാല്യൂസ് എന്ന് പറഞ്ഞാൽ കോസ് 30 എന്ന് പറയുന്ന 0.866 ആയിരിക്കും. അപ്പം അതിലും ചെറിയ ആംഗിളാണ് 15. അപ്പോൾ എന്തായിരിക്കും വാല്യൂ? അതിലും കൂടുതലായിരിക്കും, കാരണം കൊസൈൻ എന്ന് പറഞ്ഞാൽ 0യിലാണ് മാക്സിമം വാല്യൂ. അപ്പോൾ 30 ഡിഗ്രിയേക്കാളും ചെറുതാണ് 15 ഡിഗ്രി. അപ്പോൾ ഡെസിമൽ വാല്യൂ വരുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ മാക്സിമം വാല്യൂ വന്നേക്കുന്ന ഇതിലെവിടെയാണ്? ദിസ് ഇസ് ഓപ്ഷൻ ബി 0.966. ഇത് കോസ് 30 ആണ്, അതിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത്
0.966. ഇനി 1 ആവത്തില്ല, എന്തുകൊണ്ടാണ് നമുക്കറിയാം കോസ് 0 ആണ് 1, ഇവിടെ കോസ് 15 ആണ്. അപ്പോൾ 1-ൻ്റെയും 0.86-ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇപ്പോൾ സ്ലോട്ട്സിൽ കോയിൽ വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതിൻ്റെ മാക്സിമം വാല്യൂ ഓൾവേസ് ഈക്വൽ ടു 1. ബാക്കി പ്രാക്ടിക്കൽ വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. നെക്സ്റ്റ്, ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ജനറലി. നമ്പർ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് കൂട്ടുകയാണ് എന്ന് വെച്ചാൽ എന്താണ്, വൈൻഡിങ്ങിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വൈൻഡിങ് ഒരു സ്ലോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ആ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം, ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഹാർമോണിക് കോണ്ടന്റ്. അപ്പോൾ അതിവിടെ ഉണ്ടോ, ഇൻക്രീസസ് അല്ല, ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഇസ് റോങ് ആൻസർ. അടുത്ത്, റെഡ്യൂസ് ഹാർമോണിക്സ്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, റെഡ്യൂസ് ഹാർമോണിക്സ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി റെഡ്യൂസസ് ഫ്രീക്വൻസി, റെഡ്യൂസസ് എഫിഷ്യൻസി, അതെല്ലാം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല. Next question, a star connected alternator supplies 20 ampere at 0.8 power factor lagging. The phase current is. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ വായിക്കണം. സ്റ്റാർ കണക്ഷനാണ് ഓൾട്ടർനേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്, സ്റ്റാർ കണക്ഷനിൽ കറണ്ടിൻ്റെ റിലേഷൻ എന്താണെന്ന് ഓർക്കണം. ലൈൻ കറണ്ട് ഫേസ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ, ഇറ്റ് ഈസ് ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഫേസ് കറണ്ട് ഫോർ സ്റ്റാർ കണക്ഷൻ, സ്റ്റാർ 3 phase കണക്ഷൻ. അപ്പോൾ 20 ആംപിയർ ഓൾട്ടർനേറ്റർ സപ്ലൈസ് 20 ആംപിയർ. അങ്ങനെയാണെങ്കിൽ അതായത് ലൈൻ കറണ്ട് 20 ആംപിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് കറണ്ട് എത്രയാണ്, സിൻസ് ഇറ്റ് ഈസ് എ സ്റ്റാർ കണക്ഷൻ, ഫേസ് കറണ്ട് ഇസ് ഈക്വൽ ടു ലൈൻ കറണ്ട്, therefore the answer is option B, 20 ampere itself. Next question, an alternator has no load voltage of 440 volt and a full load voltage of 400 volt. Voltage regulation. എന്താണ് ഓൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ? ഇതിൻ്റെ ഒരു പെർഫോമൻസ് പാരാമീറ്റർ തന്നെയാണ്. എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് വോൾട്ടേജ് അറ്റ് നോ ലോഡ് മൈനസ് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ്. ഓക്കെ, അത് എന്താണ്, ഇറ്റ്സ് എ പെർസെൻറ്റേജ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ? ഈ തന്നിട്ടുള്ള വാല്യൂസ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ആൻസർ കിട്ടും. അപ്പോൾ നോ ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്ന 440 മൈനസ് ഫുൾ ലോഡ്. സോ ദാറ്റ് ഇസ് 440 മൈനസ് full load voltage is 400 divided by full load voltage is 400. എന്താ ഇവിടെ വരുന്നത്, ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. സോ ആൻസർ ഇസ് 40 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100. വെട്ടിപ്പോ 100 by 10. So that is 10%. Option B is the answer. Next question. Copper loss of an alternator mainly depends on. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പർ കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ആണ് കോപ്പർ ലോസ്. കോപ്പർ ലോസിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഇസ് I²R. സോ ദാറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് പാരാമീറ്റർ, ഓപ്ഷൻ ബി കറണ്ട്. ദാറ്റ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a 3-phase alternator is supplying a lagging power factor load. ലാഗിങ് പവർ ഫാക്ടർ. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഓൾട്ടർനേറ്ററിൽ ഉണ്ടാകുന്ന ഒരു ലോസിൻ്റെ ഒരു കാരണമാണ് ആർമേച്ചർ റിയാക്ഷൻ. അതിൽ ലാഗിങ് പവർ ഫാക്ടറിനെ സെർവ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റേഴ്സ് ഡീമാഗ്നറ്റൈസിങ്. ലീഡിങ് പവർ ഫാക്ടർ ആണെങ്കിൽ മാഗ്നറ്റൈസിങ്. യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡീമാഗ്നറ്റൈസിങ്. Next question, why are alternators almost always star connected? എന്തിനാണ് ഓൾട്ടർനേറ്റേഴ്സ് സ്റ്റാർ കണക്ട് ചെയ്യുന്നത് എപ്പോഴും? അപ്പോൾ സ്റ്റാർ കണക്ഷൻ്റെ പ്രത്യേകത എന്താണ് കമ്പയർഡ് ടു ഡെൽറ്റ? അതിനൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട് അല്ലേ സ്റ്റാർ കണക്ഷന്. അപ്പോൾ ആ ന്യൂട്രൽ പോയിന്റിനെ ഇൻസുലേറ്റ് ചെയ്യാൻ, ഗ്രൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതാണ് സ്റ്റാർ കണക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ മേജർ അഡ്വാൻറ്റേജ്. ആ റീസൺ തന്നെയാണ് ഓൾട്ടർനേറ്റേഴ്സിലും
സ്റ്റാർ കണക്ഷൻ ഉപയോഗിക്കാൻ കാരണം. സോ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറുമായിട്ട് എഗ്രി ചെയ്ത് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ നോക്കാം, ഹയർ ഫേസ് കറണ്ട് അല്ല. സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ലൈൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഫേസ് കറണ്ട്. ഓപ്ഷൻ സി ലോവർ എഫിഷ്യൻസി അല്ല, ലോവർ ഫ്രീക്വൻസി. എഫിഷ്യൻസി ഫ്രീക്വൻസി ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഇവിടെ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രൽ ഫോർ ഇൻസുലേഷൻ പേർപ്പസ് ആണ് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, 3 ഫേസ് ഓൾട്ടർനേറ്റേഴ്സുമായിട്ട് സിങ്ക്രണസ് മെഷീനുമായിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് എല്ലാം കൂടെ ചാർട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഫ്രീക്വൻസി, EMF ഇക്വേഷൻ, പിച്ച് ഫാക്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, 3 ഫേസ് പവർ, വോൾട്ടേജ് റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിലേക്ക് പോകാൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തോളാം. ഒപ്പം തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി കാണും, കുറച്ച് പേര് തുടങ്ങാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.